ഇന്ന് നമുക്ക് ഒരു ATS ഫ്രണ്ട്ലി സി വി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണാം. ഒരു ATS ഫ്രണ്ട്ലി സി വിയുടെ ഒരു ഫോർമാറ്റ് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പേര് വരും. പിന്നെ ഇവിടെ വരുന്നത് കറൻ്റ്ലി നിൽക്കുന്ന സ്ഥലം ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൊടുക്കാം. ഇപ്പം UAE എവിടെയാണോ ആ ഒരു സ്ഥലം ഇവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ കൊടുക്കേണ്ടത് നമ്പറാണ്, ഫോൺ നമ്പർ. അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന നമ്പർ അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഇപ്പം ഇന്ത്യൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് നമ്പർ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് മെയിൽ ID. പിന്നെ വരുന്നത് ഇപ്പോൾ ഇത് എക്സ്ട്രാ ആട്ടോ. നിങ്ങൾക്ക് UAE ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് അതൊരു എക്സ്ട്രാ പോയിൻ്റാണ്. നമ്മൾ ദുബായിൽ ഒരു ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. എപ്പോഴും വരുന്നത് പ്രൊഫൈലാട്ടോ. പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കണം, പക്ഷേ ഇൻഫർമേറ്റീവ് ആയിരിക്കണം. ഇതിനകത്തുനിന്നായിരിക്കണം നിങ്ങളുടെ ഒരു ഓവറോൾ പ്രൊഫൈല് ഹയർ ചെയ്യുന്നയാൾക്ക് കിട്ടേണ്ടത്. ദെൻ അടുത്തത് വരുന്നത് എക്സ്പീരിയൻസ് സെക്ഷൻ ആട്ടോ. ഈ പറയുന്നയാൾക്ക് 3 എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു നോർമൽ സി വിയും ഒരു ATS ഫ്രണ്ട്ലി സി വിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു നോർമൽ സി വി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ചെറിയൊരു ടൈറ്റിൽ കൊടുക്കും. പിന്നെ അതിനൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. ചിലപ്പോൾ ഷോർട്ടായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. അതായത് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ. അതുപോലെ കുറേ പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു നോർമൽ സി വി വരുന്നത്. എൻ്റെ സി വി നേരത്തെ അങ്ങനെയായിരുന്നു കേട്ടോ. സോ നിങ്ങൾ ഇതിൽ നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം എല്ലാ റെസ്പോൺസിബിലിറ്റീസും എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? കീവേഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം കീവേഡ്സ്, അതായത് ഇൻഫർമേറ്റീവ് ആണ്, ലോങ് ഡിസ്ക്രിപ്ഷൻസ് അല്ല. ഷോർട്ടായിട്ട് കീവേഡ്സ് യൂസ് ചെയ്ത് ഇൻഫർമേഷൻസ് പാസ് ചെയ്തേക്കുവാണ്. ഇപ്പം നമുക്ക് ഈ ഒരു സി വി ഹയർ ചെയ്യുന്ന ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയമൊന്നും എടുക്കാതെ വളരെ ഷോർട്ടായിട്ടുള്ള സമയത്തിനുള്ളിൽ ആ ആളുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം ഒരു സി വി കിട്ടിയിട്ട് അതിനകത്ത് ഫുള്ള് വലിച്ചു വാരി ഫുള്ള് കവർ ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്ത് എഴുതിയേക്കുവാണെങ്കിൽ നമ്മളാരും അത് നോക്കത്തില്ല. ഇപ്പം എൻ്റെ കമ്പനിയിലാണെങ്കിലും അവർ HR ഇങ്ങനെ ഒരു സി വി കിട്ടിക്കഴിഞ്ഞുമ്പം ഒത്തിരി ലോങ് ആയിട്ടുള്ള എഴുതി വെച്ച് കഴിയുമ്പം അവർ തന്നെ പറയും എന്താണിത്. അപ്പോൾ അവരത് ഫുള്ളായിട്ട് വായിച്ച് നോക്കത്ത പോലുമില്ല. ഇഫ് ഇറ്റ്സ് ഷോർട്ട് അവർ വായിച്ചു നോക്കും. അവർക്ക് വായിച്ച് നോക്കാനുള്ള ആ ഒരു മൈൻഡ് വരും. സോ ഇതുപോലെ ആയിരിക്കണം നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത്. സോ ഇതാണ് ഒരു ATS ഫ്രണ്ട്ലി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ കീവേഡ്സ് ആണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇപ്പം ഒരു 90% കമ്പനീസ് ഇൻക്ലൂഡിങ് മൈ കമ്പനി ദേ ആർ യൂസിങ് ATS. അതായത് ATS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എൻ്റെ ഒരു കമ്പനിക്ക് ഒരു HR അസിസ്റ്റൻറ്റിനെ വേണം. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് ജോബ് പൊസിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യും. ദെൻ എനിക്ക് കുറേ CVs വരും. അറിയാമല്ലേ? ഒരു 100+ അല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും CVs നമുക്ക് വരും. സോ മാനുവലി അതൊക്കെ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഇവരെന്ത് ചെയ്യും? ഇത് സിസ്റ്റത്തിന് കൊടുക്കുവാണ്. സിസ്റ്റമാണ് ആ ഹയർ ചെയ്യുന്ന കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് സിസ്റ്റം ചെക്ക് ചെയ്യും. എന്നിട്ട് അതിനകത്ത് വരുന്ന കീവേഡ്സ് മാത്രം സിസ്റ്റം എന്ത് ചെയ്യും? സേവ് ചെയ്യും. ആ സേവ് ചെയ്യുന്ന കീവേഡ്സ് ആ വന്നിരിക്കുന്ന CVകളിൽ ഉണ്ടോ എന്ന് സിസ്റ്റമാണ് ചെക്ക് ചെയ്യുന്നത്. സിസ്റ്റം ഓട്ടോമാറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ കീവേഡ്സ് വരുന്ന CVs മാത്രമേ സിസ്റ്റം ഫിൽട്ടർ ചെയ്തിട്ട് ഹയർ ചെയ്യുന്ന കമ്പനിക്കായിട്ട് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ലിസ്റ്റിൽ നിന്നാണ് പിന്നെ HR തിരഞ്ഞെടുത്തിട്ട് ഇൻ്റർവ്യൂ കോൾസ് കിട്ടുന്നത്. നമുക്ക് ഇപ്പം മെയിനായിട്ടും വേണ്ടത് നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുക എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ കോൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പേഷനും എക്സ്പീരിയൻസിനെക്കാട്ടിലും കൂടുതൽ UAE പാർട്ടിസിപ്പേഷൻ ആട്ടോ. നമ്മൾ എങ്ങനെ ഉത്തരം പറയുന്നു, നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ സംസാരിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് ഇവിടെ കാര്യം. എക്സ്പീരിയൻസ് ചോദിക്കുന്ന കമ്പനീസും ഉണ്ട് കേട്ടോ. പക്ഷേ എക്സ്പീരിയൻസിനെക്കാളും കൂടുതൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ എടുക്കുന്നതിന് പകരം നമ്മൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളെപ്പോഴും CV ഇതുപോലെ ആക്കണം. CV ഇതുപോലെ ആക്കിയിട്ട് ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ മാക്സിമം ട്രൈ ചെയ്യണം. സോ ഇനി അടുത്തതിനകത്തോട്ട് പോവുകയാണെങ്കിൽ
എഡ്യൂക്കേഷൻ എഴുതിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ കണ്ടോ, ഏറ്റവും ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്, ഹയർ ലെവൽ എഡ്യൂക്കേഷനാണ് അത് മെൻഷൻ ചെയ്തേക്കുന്നത്. SSLC, +2, ദെൻ ഡിഗ്രി, PhD, ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. PhD ആണ് നിങ്ങളുടെ ഹയർ ഡിഗ്രി എന്നുണ്ടെങ്കിൽ നമുക്ക് PhD ഇവിടെ മെൻഷൻ ചെയ്യാം. ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി മെൻഷൻ ചെയ്യാം. അങ്ങനെയാണ് ഇത് വരേണ്ടത്. ദെൻ വരുന്നത് പിന്നെ സ്കിൽസാണ് വന്നേക്കുന്നത്. പിന്നെ കോഴ്സ് സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അതായത് നമ്മൾ ഒരു ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്കത് അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളിതിവിടെ കൊടുക്കരുത്. അവിടെ നമ്മൾ ഫെയിലാവും. നിങ്ങൾ ഇതിനകത്ത് ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസേ ഉള്ളൂ, ബട്ട് പറയാം, ചെയ്യാം എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്യുക. ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. ഓക്കെ. പിന്നെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് മാക്സിമം എഴുതുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഇപ്പം അപ്ലൈ ചെയ്യുന്നവരുണ്ട് എങ്കിൽ സമയമുള്ളവർ ഹിന്ദി ഒരു ബേസിക്കായിട്ട് സംസാരിക്കാനും എഴുതാൻ നോക്കേണ്ട കാര്യമില്ല, ബേസിക്കായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് CV പെയ്ഡായിട്ടും അൺപെയ്ഡായിട്ടും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. ഓർ സർവീസ് ഏജൻസികളുണ്ട്, ഇത് ചെയ്തു തരുന്ന ഏജൻസികളുണ്ട്. നിങ്ങൾക്ക് അവരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞാൻ ഏജൻസി വഴിയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലത്തെ ഒരു 500 രൂപയാണ് ആയത്. സോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അവർ നമുക്ക് തരുമ്പോൾ ഒരു വേർഡ് ഫയലും കൂടെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുക. എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരേണ്ട ഒരു സാഹചര്യം വന്നാൽ വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അവർ തരുമ്പോൾ ഒരു വേർഡ് ഫയലും കൂടെ എക്സ്ട്രാ ചോദിച്ചാൽ മതി. സോ നമ്മളെപ്പോഴും CV ATS ഫ്രണ്ട്ലി ആക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പം യൂട്യൂബിൽ നേരത്തെ ഇട്ട വീഡിയോയിലാണെങ്കിലും പറയുന്നുണ്ട്, CV എപ്പോഴും ATS ഫ്രണ്ട്ലി ആക്കണം. നമ്മൾ നോർമലായിട്ടുള്ള CV അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ATS ഫ്രണ്ട്ലി CV അപ്ലൈ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെയായിരിക്കണം ഒരു CV. സോ ഓക്കെ, ബൈ.